സംസ്ഥാനത്തെ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല. എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ അടക്കം നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയുന്നതല്ലെന്നും മന്ത്രി പറഞ്ഞു. ചില രക്ഷകർത്താക്കൾ എൻ്റെ മകനും ട്യൂഷൻ പഠിച്ചാലേ മതിയാവൂ എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നല്ല കഴിവുള്ള അധ്യാപകരാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പുകൾ നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെല്ലാം ഒരു മര്യാദയും എല്ലാം ഒരു പരിമിതിയും വേണം. ഇത് കേരളമാണ്. ഇത് വിദ്യാഭ്യാസ കച്ചവടം മൊത്തത്തിൽ നടത്താൻ വേണ്ടി പറ്റില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വി എസ് അനുരാഗാണ് ചേരുന്നത്. അനുരാഗ്, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്തരത്തിലാണ് ഇതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുക? ഇത് എത്തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? സംഗീത, സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ ദിനചര്യ പരിശോധിച്ചാൽ ഇപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ ട്യൂഷന് പോകുന്നു, അതിനുശേഷം സ്കൂളിലേക്ക് പോകുന്നു, സ്കൂൾ കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷന് പോകുന്ന സാഹചര്യമാണ്. അവർക്ക് മറ്റ് പരിപാടികളിലേക്ക്, കായികമായോ അല്ലെങ്കിൽ കലാപരമായോ മറ്റ് പരിപാടികളിലേക്ക് ഏർപ്പെടാൻ സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പത്രം വായിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി നിരീക്ഷിച്ച ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ ഒരു ആശയം രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം. അതായത് സംസ്ഥാനത്തെ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനുള്ള ഒരു മാർഗമായി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ അത് ലക്ഷങ്ങളാണ് ഫീസായി തുക ഈടാക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കച്ചവടം ഒരു രീതിയിലും അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച അധ്യാപകരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിൽ മറ്റൊരു ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിലവിൽ അദ്ദേഹം ആശയപരമായി മുന്നോട്ട് വെച്ച കാര്യമാണ്. ഈ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിസഭാ യോഗമോ ആണ് തീരുമാനമെടുക്കേണ്ടത്. അതെന്തായാലും നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററുമായും എൻട്രൻസ് കോച്ചിങ് സെന്ററുമായും ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതിൽ പിന്നീട് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് മന്ത്രിസഭാ യോഗമോ മുഖ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തും. അതിൽ പിന്നീട് തീരുമാനമുണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി അനുരാഗ്, തീർച്ചയായും അത് പഠന വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. പരിശോധനയ്ക്ക് വിധേയമാകുക തന്നെ വേണം. തിരുവനന്തപുരത്തു നിന്നും വി എസ് അനുരാഗാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.